ഹലോ ഗായ്സ്, നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കൊല്ലം മഹോത്സവം കാണാനായിട്ട് നമ്മുടെ ആശ്രാമം മൈതാനത്താണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ടൈറ്റാനിക്കിൽ ഇന്ന് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ടാണ് ഞാനും എൻ്റെ കൂട്ടുകാരനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് എനിക്ക് കൂടെ ഉണ്ടാവണം. അത് ലൈക്കായും സബ്സ്ക്രൈബായും ഷെയറായും ഓക്കെ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടോ കാണാം. നമ്മുടെ സ്വന്തം നാടായ കൊല്ലം ആശ്രാമം മൈതാനത്ത് നടന്നു വരുന്ന കൊല്ലം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ടൈറ്റാനിക് കപ്പലിനുള്ളിൽ അതിമനോഹരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കൊല്ലം ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പം ആ കപ്പലിനുള്ളിൽ ആ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് രാത്രി ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ആൾ കുറവ്. അപ്പോൾ 9:30 വേറെ ടിക്കറ്റിൻ്റെ ഇതുള്ളൂ, അലൗഡ് ഉള്ളു. അതേ കണക്ക് തന്നെ ആ ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് കണ്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എല്ലാവരും പോകാൻ നോക്കുക. അപ്പം പറയാന്ന് വെച്ചാൽ നല്ല നമ്മളൊരു കപ്പലിനുള്ളിൽ കയറി എങ്ങനെയാണ് അതേപോലുള്ള ഒരു ഫീലിംഗാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ കപ്പലിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ആശ്രാമം മൈതാനത്തെ കാഴ്ചകളാണ്. നമ്മുടെ കപ്പിത്താനൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. അങ്ങനെ ഞാനും ഒന്ന് കപ്പലൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. ഇത് ആണ് അവിടുത്തെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് കപ്പലിനുള്ളിലൂടെയുള്ള സഞ്ചരിക്കുമ്പോഴുള്ള അതേ ഫീലിംഗ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഇതിനുള്ളിലൂടെ നമ്മൾ കയറുമ്പോഴത്തേക്ക്. അപ്പോൾ നേരെ നമ്മൾ ജാക്കിൻ്റെ അടുത്ത് നിന്ന് ഷേക്കൻ്റെ കൊടുത്തിട്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. ജാക്ക് അവിടെ നേരെ നിന്ന് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് മെയിൻ ഹാളിലേക്കാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ തന്നെ കാണാൻ ഒത്തിരി കാഴ്ചകളവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു വലിയ കൊട്ടാരത്തിൽ ചെന്നാൽ എങ്ങനെയും അതേ ഒരു ഫീലിംഗാണ് നമ്മൾ ആ ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിപൊളിയായിട്ട് ലൈറ്റ് ഡെക്കറേഷനും ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഒത്തിരി ഇതുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ജാക്കും എല്ലാം അവിടെ എങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കൊച്ച് എന്താണ് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങളിവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഇറങ്ങി ചെല്ലുന്ന ഭാഗത്താണ് നമ്മുടെ ഗുണാക്കെ ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ അടുത്ത ഹാളിലേക്കാണ്. ഇവിടുന്ന് ഈ ഹാള് തന്നെ നല്ല അതിമനോഹരമായ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ അടുത്ത ഹാളിലോട്ടാണ് പോകുന്നത്. അവിടെയും ഇത് കണക്ക് ഒരു വെറൈറ്റി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ രാജകുമാരിയുടെ കഴുത്തിൽ കിടക്കുന്ന നമ്മുടെ രത്നമാല. അതും കണ്ട് നേരെ അടുത്ത ഓപ്പൺ ഏരിയയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ചെല്ലുമ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന ചെറിയ കുഞ്ഞു ബോട്ടുകളും നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ചെറു മാതൃകകളുമെല്ലാം നമ്മൾ ഈ ചെന്ന് കയറുന്ന ഭാഗത്താണുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ അതിമനോഹരമായിട്ട് നല്ല രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ജാക്ക് നമ്മുടെ നായികയും നിന്ന് ഒരുങ്ങിയ ആ ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നടിയും എല്ലാം കിടക്കുന്നത്. എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ പഴയ ആ വണ്ടിയും. അവിടുന്ന് നേരെ നമ്മൾ ആ കപ്പലിൻ്റെ ചെറു മാതൃകയായ ആ മെയിൻ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെയാണ് നമ്മളെ ടൈറ്റാനിക്കിൻ്റെ ചെറിയ മോഡലുള്ളത്. ഇവിടെ ഇതെല്ലാം കണ്ട് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ നമുക്ക് ആ കപ്പലിനുള്ളിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ബെഞ്ചുകളെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കപ്പലിനുള്ളിൽ ആ ഫോട്ടോസ് ആയാലും എല്ലാം നമുക്ക് ഇവിടെ ഇതിനുള്ളിൽ അതേമാതിരി തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ
നമ്മുടെ നായകന്മാരിൽ ഒരാളെടുത്ത് നമ്മളിങ്ങനെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് നേരെ കപ്പലിനുള്ളിലോട്ട് വീണ്ടും കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പോയിന്റാണ് ഇവിടെ. നമുക്ക് ഇതിനകത്ത് കയറി നിന്ന് നമുക്ക് സെൽഫിയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന സംഭവമാണ് ഇത്. നമ്മുടെ കപ്പലിനുള്ളിലുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതും കണ്ട് നമ്മുടെ നേരെ അടുത്ത ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഒത്തിരി ഉണ്ട്. നമ്മുടെ ആ കപ്പൽ പൊളിഞ്ഞ് പിടിച്ച് മറിയുമ്പോഴുള്ള രക്ഷപ്പെടുന്ന ചെറു ബോട്ടുകളും അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളുമായിട്ട് ഭയങ്കര രീതിയിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കപ്പലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും കണ്ട് നേരെ നമ്മൾ പോകാൻ പോണത് നമ്മുടെ ഗുണ കേവിലേക്കാണ്. അതിനു മുമ്പ് ഒന്നും കൂടെ ഒന്ന് കപ്പൽ ഓടിച്ചിട്ട് നമുക്ക് ഗുണ കേവിലോട്ട് ഇറങ്ങാം അല്ലേ. അതാണ് നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് കപ്പലിനുള്ളിൽ നിന്ന് നേരെ ഗുണ കേവിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് ഗുണ കേവിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ആ സിനിമ കണ്ടവർക്ക് മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഗുണ കേവിനുള്ളിൽ കാഴ്ചകൾ. അകത്തോട്ട് കയറി വരുന്നതനുസരിച്ച് തന്നെ നമ്മുടെ വള്ളിപ്പടർപ്പുകളും കാടിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഗുഹയ്ക്കകത്തൂടെ എങ്ങനെ സഞ്ചരിക്കുന്നു ആ ഒരു പ്രതീതിയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പോകുന്ന വഴി തന്നെ നമുക്ക് കുറച്ച് വവ്വാൽ കൂട്ടങ്ങളെയും കാണാം. ഇങ്ങനെ ഒളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ വവ്വാൽ കൂട്ടങ്ങളുടെയും കണ്ട് നമ്മൾ അതിനുള്ളിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മുടെ ആ തുരങ്കത്തിനുള്ളിലൂടെ അങ്ങ് അകത്ത് വരുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെയും ഉണ്ട് വവ്വാലുകൾ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ഡേഞ്ചറായിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഗുണ കേവിൻ്റെ ആ ഒരു അവസാന ഭാഗം ഉള്ളത്. നമ്മുടെ വെള്ളച്ചാട്ടവും കണക്കുള്ള എല്ലാ സംഭവവും ഇവിടെയാണ് അത് ഉള്ളത്. ഇതും കണ്ട് നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഇന്നത്തെ ഒരു ക്ലോസിങ് ടൈമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി അവിടുന്ന് സ്റ്റാളുകളിലേക്ക് പോയപ്പോഴത്തേക്ക് സ്റ്റാളുകളെല്ലാം ഒരുവിധം അടച്ചു കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ള ആ സ്റ്റാളുകളിലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതും കണ്ട് നമ്മൾ നേരെ നമ്മുടെ പഴയകാല മിഠായിയൊക്കെ കിട്ടുന്ന ആ ഒരു ഏരിയയിലേക്ക് കൂടെ നമ്മൾ തിരികെയാണ്. ഇവിടെയാണ് നമ്മുടെ ആ പഴയകാല മിഠായികൾ കിട്ടുന്ന ഒരു സംഭവം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ പഴയകാല മിഠായികൾ. അതും കണ്ട് നമ്മൾ കളിസ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് സമയം അതിക്രമിച്ചതിനാൽ അവിടെ എല്ലാം ക്ലോസ് ചെയ്തു. ഇതെല്ലാം പോയിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മുടെ ഓരോ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും സൈനിങ് ഔട്ട് മണിയൻസ് ബ്ലോഗ്.